അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ സ്പെഷ്യൽ ആട്ടോ. അപ്പോൾ സ്പെഷ്യൽ എന്നും പറയാം. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്താ വെച്ചാൽ ഇന്നലത്തെ മിനിഞ്ഞാന്നത്തെയൊക്കെ വീഡിയോ കണ്ടൊരു കറി ഉണ്ടാവും. അതിൻ്റെ ബാക്കി വീഡിയോ ഇട്ടുന്നത്. അപ്പോൾ അതായത് കോഴിക്കോട് പോയിന്. അപ്പോൾ ലുലു മാളിൽ അങ്ങനെ ഇറങ്ങിയിട്ട് പിന്നെ നമ്മൾ ചോറുണ്ണാൻ വേണ്ടി പോകട്ടെ. നേരെ 2 മണി 2:30 എന്തോ ആയിക്കണ്. പിന്നെ പോയിട്ടില്ലെങ്കിൽ ചോറ് കിട്ടില്ല എന്ന് ഉറപ്പായി. അങ്ങനെ പിന്നെ അവിടുന്ന് ഓട്ടോറിക്ഷയ്ക്ക് തന്നെ കേട്ടോ പോയത്. അപ്പോൾ ഈ ഓട്ടോറിക്ഷൻ്റെ മുന്നിൽ ഇതേമാതിരി ഒരു സീറ്റ് ഉണ്ട് കേട്ടോ. അപ്പം ഇത് അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടപ്പോൾ വേഗം ചാടി ഇറങ്ങിയിട്ട് അവിടെ നിന്ന് അങ്ങനെ എല്ലാവരും കൂടി ഇങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ ഓളെ കാണാതെ എടുത്ത വീഡിയോ ഇട്ടത്. അതിൽ ഞാൻ വിളിച്ചുമ്പോഴാട്ടോ ഓലൊക്കെ ശ്രദ്ധിക്കുന്നത് ഞാൻ വീഡിയോ എടുക്കുന്നതൊക്കെ. അപ്പോൾ എല്ലാവരും ഒരു ചെറിയൊക്കെ പാസ്സാക്കിയിട്ടാണ്. അങ്ങനെ നദീമന്തിയിലെത്തിയപ്പോൾ പെരുംജാതി തിരക്കിട്ടാ. അപ്പോൾ പിന്നെ സംശയം മുട്ടിയിട്ടാണ് കയറിയത്. കാരണം ചോറ് കിട്ടില്ല എന്ന് ഉറപ്പാണ്. അത്രക്കും തിരക്കാട്ടാ. കുറച്ച് നേരം അവിടെ അങ്ങ് നിന്ന്. പിന്നെ ഓല് ഇതേമാതിരി ടോക്കനാട്ടാ. അപ്പോൾ ഓല് അരമണിക്കൂറിലേറെ പിടിച്ചു നിന്നാറ്. അപ്പം തന്നെ നേരം നമുക്ക് പോരാനുള്ള ടൈമാവും ആ ഒരു ചോറിന് കാത്തുനിന്ന്. അപ്പോൾ പിന്നെ അവിടെ കാത്തുനിൽക്കാൻ നിന്നില്ല. നേരെ അവിടുന്ന് പോന്നിട്ട് സൂഫി മന്തിക്ക് വന്നിട്ടാ. അതിന് കുറച്ച് ഇപ്പുറത്ത് തന്നെ കേട്ടാ. അപ്പോൾ ഓല് പറഞ്ഞു അവിടെ നടക്കാനുള്ള ദൂരം തന്നെ ഉള്ളൂ. അവിടെ പോയപ്പോൾ ഇതന്നെ അവസ്ഥ. അപ്പോൾ ഞാൻ അവരോട് അറിയുന്നത് ഇത്ര നേരത്തെ ഇറങ്ങി ഏതായാലും നന്നായി. ഇനിയും കുറച്ച് കഴിഞ്ഞിട്ട് ഇറങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഒരു വറ്റ് പോലും തിന്നാൻ കിട്ടിയിരുന്നില്ല കേട്ടാ. അങ്ങനെ പിന്നെ അവിടെ അരമണിക്കൂറിനടുത്തോളം നിന്നിട്ടാ. ഇതേമാതിരി ടോക്ക് എടുത്തിട്ട് എന്നിട്ട് ലാസ്റ്റ് പിന്നെ എന്തായാലും ഞങ്ങൾ ചോറ് വാങ്ങിപ്പോന്നു. അതിൻ്റെ ഉള്ളിലിരിക്കാൻ എന്തായാലും സ്ഥലമില്ല. അപ്പോൾ പിന്നെ ഞങ്ങൾ കരുതി ഇവിടുന്ന് കുറച്ച് നടന്നാൽ ബീച്ചാണ്. അപ്പോൾ പിന്നെ ബീച്ചിൽ പോയിരുന്നിട്ട് അങ്ങനെ ചോറുണ്ണാൻ കരുതിയിട്ട് അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് അവിടുന്ന് പോകുന്നുട്ടാ. കുറച്ച് പറഞ്ഞാൽ ഓട്ടോറിക്ഷയ്ക്ക് പോകാൻ മാത്രമുള്ള ദൂരമൊക്കെ ഇല്ലായിരുന്നു. കുറച്ചുണ്ടായിരുന്നു അങ്ങനെ കേട്ടാ. അപ്പോൾ പിന്നെ എന്തായാലും ഒന്ന് ചില്ലടിച്ചാലെന്നൊക്കെ കരുതിയിട്ട് ഞങ്ങൾ പിന്നെ വണ്ടിക്കൊന്നും പോകുന്നില്ല കേട്ടോ. അവിടുന്ന് അങ്ങനെ നടന്നു പോന്നു. കാഴ്ചകളൊക്കെ കണ്ടിട്ട് അങ്ങനെ നടന്നു പോന്നു. അങ്ങനെ പോന്നപ്പോൾ അതേമാതിരി തന്നെ നമ്മളെ മാതിരി പിരാന്തുള്ളവർ തന്നെ വെയിലത്ത് കടൽ കാണാൻ വന്നവരാട്ടോ. അപ്പോൾ പിന്നെ കടലാണ് പിന്നെ വെയിൽ മഴ എന്നൊന്നും ഇല്ലല്ലോ. ഏത് ടൈമിൽ വന്നാലും രസമൊക്കെ തന്നെയായിരിക്കും. പക്ഷേ അന്ന് പെരുംജാതി വെയിലായിരുന്നു. കാരണം ആ ഒരു ടൈമിലൊക്കെ നല്ല മഴയാണ്. അതിൻ്റെ തലേന്ന് വരെ നല്ല മഴയാണ്. പക്ഷെ ആ ഒരു ദിവസം എന്തോരം വെയിലെന്ന് ഒരു മഴക്കാർ പോലും ഉണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് നന്നായും ചെയ്തു. കാരണം നമ്മൾ ഈ ട്രെയിന് പോക്കും വരവായ കാരണം പിന്നെ മഴയൊക്കെ പെയ്ത് ആകെ കുടുങ്ങില്ല. ആകെ കുറച്ച് ടൈമേ നമുക്ക് കിട്ടുള്ളൂ. അങ്ങനെ പിന്നെ എന്തായാലും ഞങ്ങളിങ്ങനെ പോകുമ്പം അവിടെ അത്യാവശ്യം തിരക്കൊക്കെ ആയി തുടങ്ങിയിരിക്കണം കേട്ടോ. ഏകദേശം വൈകുന്നേരം ടൈം ആയിക്കണല്ലോ. 3 മണിയൊക്കെ ആയി തുടങ്ങിയിരിക്കണം ഞങ്ങൾക്ക് ചോറ് കിട്ടി വന്നപ്പോൾ തന്നെ കേട്ടോ. അപ്പോൾ തന്നെ അങ്ങനെ ബീച്ചിൽ ആൾക്കാരൊക്കെ വന്ന് പോക്കൊക്കെ തുടങ്ങിയിരിക്കണം. ഉച്ചക്കൊന്നും തീരെ ആൾക്കാരുണ്ടായിരുന്നില്ല കേട്ടോ. ഞങ്ങൾ ഇങ്ങോട്ട് പോകുമ്പോൾ ലുലു മാൾക്ക് പോകുമ്പോഴൊന്നും അല്ലാതെ ആളുണ്ടായിരുന്നില്ല. പിന്നെ അവിടുന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഒരു നേരമായി എന്ന് പറഞ്ഞല്ലോ. അങ്ങനെ ബീച്ചിലെത്തിയപ്പോൾ അതാ കുതിര സവാരിയൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ നമ്മൾ കയറണമൊന്നുമില്ല കേട്ടോ. നമ്മൾ ചോറുണ്ണാൻ വേണ്ടി വന്നു കേട്ടോ ബീച്ചിക്ക്. പിന്നെ അങ്ങനെ എല്ലാവരും കൂടി ഒരു സ്ഥലമൊക്കെ കണ്ടെത്തിയിട്ട് അതെവിടെ സ്ഥലം വെച്ചാൽ ഇങ്ങനെ വണ്ടി പാർക്ക് ചെയ്യണ ആ ഒരു ഭാഗമായിട്ട് ഇങ്ങനെ എന്താ പറയുക നല്ലൊരു ഒഴിഞ്ഞ സ്ഥലമായിട്ടാ. ബീച്ച് തന്നെ ആയിട്ടാ മുന്നിൽ കാണുന്നത്. അപ്പോൾ ബീച്ചിലൊന്നും ഞങ്ങൾ ഇരുന്നില്ല. കാരണം ചെറിയ കുട്ടികളും മക്കളൊക്കെ ഉള്ളതല്ലേ. നമ്മൾ അവിടെ ഇരുന്ന് ചോറുന്നും മറ്റങ്ങനെ നോക്കുമ്പോൾ നമുക്ക് എന്താ മതി. അപ്പോൾ പിന്നെ ഞങ്ങൾ അവിടെ ഒന്നും ഇരിക്കാതെ ഞങ്ങൾ ഒഴിഞ്ഞിങ്ങോട്ട് പോകുന്നത് കേട്ടോ. അങ്ങനെ വണ്ടികളൊക്കെ പാർക്ക് ചെയ്യണം അവിടെ പോയിട്ട് അവിടെ പോലീസുകാരും ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഏറ്റവും കുറച്ച് നേരമൊക്കെ നിന്നിട്ട് ഓലാണ് പോയിട്ടാ. പിന്നെ ഞങ്ങൾ അവിടെ ഇരുന്ന് എന്തായാലും ചോറുണ്ണാൻ തീരുമാനിച്ചു. കാരണം ആ ഭാഗത്തൊന്നും അല്ലാതെ ആരും ഇല്ല കേട്ടോ. ഒക്കെ ബീച്ചിലാണ്. അപ്പോൾ പിന്നെ നമുക്ക് സമാധാനമായിട്ട് തിന്നാലോ. മറ്റേ നമ്മളിങ്ങനെ തിന്നുമ്പോൾ ആൾക്കാർ നോക്കും നമുക്കൊരു മടിയേക്കാരം. പിന്നെ ചിലവരിങ്ങനെ പൈച്ച് നിൽക്കണവരും ഉണ്ടാവും. ചെറിയ കുട്ടികളും മക്കളൊക്കെ ആകുമ്പോൾ ഒരു ഇതല്ലേ. അപ്പോൾ പിന്നെ ഞങ്ങൾ അതൊക്കെ വിചാരിച്ചിട്ടാട്ടോ പിന്നെ അവിടെ ഇരിക്കായി. അപ്പോൾ ഇങ്ങനെ ഇരിക്കാൻ പറ്റിയ സ്ഥലം കിട്ടിയപ്പോൾ അങ്ങനെ അങ്ങോട്ട് പോകുന്നു കേട്ടോ. ഇവിടെ പിന്നെ ആരുമില്ല. നമുക്ക് സമാധാനമായിട്ട് നമ്മളൊരു ഇതിലിരുന്ന് അങ്ങനെ ചോറുന്നാലാന്നൊക്കെ കരുതിയിട്ട്. അപ്പം ഇതും അറിയുന്നു കേട്ടോ. മേലൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടേന്ന് കാക്കച്ചികളുണ്ടാവുന്നൊക്കെ. ഭാഗ്യത്തിന് കാക്കച്ചികൾ പറ്റിച്ചില്ല കേട്ടോ. പറ്റിച്ച കഥ കഴിഞ്ഞും ചെയ്ത്. അങ്ങനെ പിന്നെ എന്തായാലും ചോറൊക്കെ മുത്തുമോനാട്ടോ എല്ലാവർക്കും വിളമ്പി കൊടുക്കണതാണ്. അങ്ങനെ പിന്നെ ചോറ് വിളമ്പലൊക്കെ കഴിഞ്ഞതാട്ടോ. ഞങ്ങൾ ഇരുന്നിരുന്ന സ്ഥലം നല്ല ഒഴിഞ്ഞ വിശാലമായ സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ പോകുന്നവരും വരുന്നവരൊക്കെ ഞങ്ങളങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. പിന്നെ പോലെ നോക്കി നിന്നിട്ട് കാര്യമില്ലല്ലോ. നമുക്ക് ചോറുണ്ണണ്ടേ. നേരം 3 മണി 3:30 ആയി തുടങ്ങിയിരിക്കണം. നമുക്ക് തിരിച്ച് നാട്ടിൽ പോവും വേണം. അപ്പോൾ പിന്നെ എന്തായാലും ആരും ഞങ്ങൾ ശ്രദ്ധിച്ചാൽ നിന്നില്ല കേട്ടോ. ഞങ്ങൾ പിന്നെ ചോറുണ്ണൽ തുടങ്ങിയിട്ടാണ്. അങ്ങനെ മുത്തുമോനെ കേട്ടോ എല്ലാതും ഊരി വെക്കണമല്ലോ. പിന്നെ അളിയന് സോസുകളൊക്കെ ഊരി വെക്കണം ഇടയ്ക്ക് കേട്ടോ. അപ്പം മിഥുൻ എന്താ നോക്കണമെന്ന് വെച്ചാൽ മിഥുൻ്റെ വെള്ള പാൻറ്റാണ്. അപ്പോൾ ലാലു പൊട്ടിച്ചപ്പോൾ മിഥുന് പാൻറ്റിലായെന്ന് കേട്ടോ നോക്കണം. ഭാഗ്യത്തിന് പാൻറ്റിലൊന്നും ആയിട്ടില്ല. അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ കറ പിടിച്ചല്ലോ. തക്കാളി സോസിൻ്റെ ആ നിറ അതിൽ പിടിച്ച് ആകെ പാൻറ്റ് കുളമാവും. അപ്പോൾ അവൻ്റെ പാൻറ്റിലൊന്നും ആയിട്ടില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ പിന്നെ എന്തായാലും ലാലു പിന്നെ എല്ലാവർക്കും സോസൊക്കെ ഒഴിച്ച് കൊടുക്കുന്ന തിരക്കിട്ടാല. പിന്നെ വീഡിയോ എടുക്കില്ല കേട്ടോ. ഓല അളിയന്മാർ തന്നെ കേട്ടോ എല്ലാതും കൈകാര്യം ചെയ്യുന്നത്. നമ്മളെ അടുത്ത് ഘടിപ്പിച്ചിട്ടില്ല കേട്ടോ. ഓല തന്നെ ഒക്കെ ചെയ്യുക. അപ്പോൾ പിന്നെ ഞാനും കരുതി ഇനിയിപ്പോൾ എന്തായാലും ഓലൊരു ഇതല്ല ഓല് ചെയ്തോട്ടെ. അപ്പോൾ ലാലു ഇറച്ചി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മറിച്ചാട്ടോ. എനിക്ക് പിന്നെ കുറച്ച് മതി പറഞ്ഞപ്പോൾ ഞാൻ ഇറച്ചി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുക. അപ്പോൾ മുത്തുമോൻ ഇതേമാതിരി ആ കവറിലെ ഇറച്ചീൻ്റെ നീരുണ്ട് കേട്ടോ. അപ്പോൾ മുത്തു ആർക്കാ നീരാണ്ട് ചോദിച്ചപ്പോൾ മിഥുനാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കും വേണമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഓൻ എല്ലാവർക്കും അതിൻ്റെ നീര് ഊരിയൊക്കെ കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് മയോണീസ്. ഞങ്ങൾക്ക് പിന്നെ മയോണീസ് നിർബന്ധമാട്ടോ ചോർക്ക്. കറ ഇല്ലാതെ ഞങ്ങൾക്ക് ചോറുണ്ണാൻ പറ്റും.
എനിക്കും മിഥുനും മുത്തുമോൻക്കൊക്കെ അതായാൽ മതി കേട്ടോ. ലാലുവിന് പിന്നെ അങ്ങനെ മയോണീസ് വേണമെന്നൊന്നുമില്ല കേട്ടോ. എന്നാലും ലാലു കൂട്ടും കേട്ടോ. അങ്ങനെ പിന്നെ എന്തായാലും എനിക്കിഷ്ടം അങ്ങനെ കേട്ടോ. ഈ സോസൊക്കെ കൂട്ടി കുഴച്ച് അതിൽ ഇറച്ചിയൊക്കെ ഇട്ട് നല്ല കുഴച്ച് തിന്നാൽ ഒരു വേറെ ടേസ്റ്റല്ല. ഇതിൻ്റെ മൂന്നും അതായത് 3, 4 ചോറൊക്കെ കൂടി ഇതാക്കി വരുമ്പോൾ ഒരു പ്രത്യേക രസമാണ് കേട്ടോ. ചിലർ സോസൊന്നും കൂട്ടില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ സോസും ഇറച്ചിയും ചോറൊക്കെ കൂടി കൂട്ടി കുഴച്ച് തിന്നാൽ. അപ്പോൾ അത് ഞങ്ങളെ ബാക്കിലൊരു നായുണ്ട് കേട്ടോ. അപ്പം ഇതിങ്ങനെ പറയുന്നു പാവാണ് ആ നായി എന്നൊക്കെ പറഞ്ഞിട്ടും ഇങ്ങനെ അതിനെ നോക്കിയിരിക്കുന്നു കേട്ടോ. പിന്നെ ചോറ് തീറ്റൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങളെ എല്ലാം മുട്ടിയൊക്കെ ആ നായ്ക്കാനായിട്ടാണ് കൊടുത്തിരുന്നത്. ആ നായാണ് എന്നെ വിട്ട് പോയിട്ടില്ല. ഞങ്ങൾ ചുറ്റിപ്പറ്റി ഇങ്ങനെ നടക്കിയത് കേട്ടോ. അപ്പം മിഥുൻ എന്താ ഈ നായ്ക്കളോട് ഇത്ര സാധാരണ വെച്ചാൽ എൻ്റെ ഇതേമാതിരി ഞങ്ങളവിടെയുള്ള നായ്ക്കൾക്കൊക്കെ തിന്നാട്ട് കൊടുക്കും കേട്ടോ. ഓനും എൻ്റെ ഒപ്പം തന്നെയാണ് കാര്യമായിട്ട് നായ്ക്കൾക്ക് തിന്നാട്ട് കൊടുക്കണം കേട്ടോ. ഞങ്ങളവിടെ വളർത്തുന്നില്ല എന്നുള്ളൂ. പക്ഷേ ഏറ്റങ്ങൾ വന്ന് പോക്കും ഇങ്ങനെ മുറ്റത്ത് കടത്തൊക്കെ ഉണ്ട് കേട്ടോ ഞങ്ങളോട്. അതുകൊണ്ട് ഞങ്ങൾ പെരേക്ക് പന്നികളൊന്നും വരില്ല കേട്ടോ. രാത്രിയൊക്കെ പന്നികൾ ഇറങ്ങും. രാത്രി പകലൊക്കെ ഉണ്ടാവും പന്നികൾ. നായ്ക്കളുള്ള കാരണം പന്നികൾ വരില്ല. അങ്ങനെ ഓൾക്ക് ഇങ്ങനെ തിന്നാട്ടെടുത്ത് ശീലമായിട്ടേ. അപ്പോൾ ആ ഒരു സ്നേഹം ഇപ്പോഴും ഉണ്ട് കേട്ടോ. അതിനങ്ങനെ കണ്ടപ്പോൾ ഒരു ഭയങ്കര പാവട്ടോ പറയും പാവമാണ്, അതിന് ചോറൊന്നും കിട്ടിയിട്ടുണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. അത് കേട്ടപ്പോൾ എനിക്ക് സങ്കടമാവട്ടെ. കാരണം എന്താ വെച്ചാൽ ഇപ്പം ഉള്ളപ്പോൾ ഇപ്പം ഇരുന്നിട്ട് അതൊക്കെ നോക്കി ഇങ്ങനെ നായ്ക്കൾക്കൊക്കെ തിന്നാട്ടെടുത്ത് ശീലമാക്കിയ കാരണമാണ് കുട്ടിക്ക് അതിങ്ങനെ പെട്ടെന്ന് നായിനെ കണ്ടപ്പോൾ അങ്ങനെ അതിനെ തിന്നാൻ കൊടുക്കണം എന്നുള്ള ഒരു ചിന്ത വന്നിരിക്കുന്നു കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ നായ്ക്കളെ കാണുമ്പോൾ സ്വാഭാവികമായിട്ട് ഇട്ട് കൊടുക്കും. പക്ഷെ ഓൻക്ക് ഇപ്പാൻ്റെ കാര്യങ്ങളൊക്കെ ഓൻക്ക് വേഗം മനസ്സിലേക്ക് ഓടിയത് കേട്ടോ. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഭയങ്കര സങ്കടമായിട്ട്. ഇപ്പോൾ പോയതിൽ ഏറ്റവും കൂടുതൽ സങ്കടം ഓൻക്കാണ്. കാരണം അവൻ ചെറിയ കുട്ടിയാണ്, ഭയങ്കര കൊഞ്ചിക്കുട്ടിയാണ്. അപ്പോൾ പിന്നെ ഓരോ പ്രവൃത്തികളും ഇതേമാതിരി ഇപ്പോൾ അവനെക്കൊണ്ട് ചെയ്യിച്ചതിന് മാതിരി അങ്ങനെ ചെയ്യണതൊക്കെ കാണുമ്പോൾ പാവം തോന്നും കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് എൻ്റെ ബാക്കി ചോറ് ഞാൻ കാക്കച്ചിക്ക് ഇട്ട് കൊടുത്തു കേട്ടോ. എല്ലായിടത്തും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ബാക്കി പിന്നെ അങ്ങനെ ഞാൻ കാക്കച്ചിക്ക് കൊണ്ടുപോയിട്ട് കൊടുത്തു. ഓൽക്കിപ്പോൾ നമ്മളല്ലാതെ ആരും കൊടുക്കാനില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വലിയ ഡയലോഗൊക്കെ പൊട്ടിച്ചിട്ട് അതിന് കൊണ്ടുപോയിട്ട് കൊടുത്തേക്കായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ലാലു സെവനപ്പ് വാങ്ങി കുടിഞ്ഞു. അങ്ങനെ സെവനപ്പൊക്കെ വാങ്ങി കുടിച്ച് പിന്നെ ഞങ്ങൾ നേരെ ബീച്ചിലേക്ക് ഇറങ്ങി കേട്ടോ. ബീച്ചിലേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ വെയിലൊക്കെ തന്നെ കേട്ടോ. വൈകുന്നേരം ആയിക്കണ പറഞ്ഞിട്ട് കാര്യമില്ല, കണ്ണ് കുത്തേണ്ട വെയിലായിരുന്നു. അതട്ട മീതുകൊണ്ട് ചെറിയ വളിഞ്ഞുകൊണ്ട്. അങ്ങനെ പിന്നെ എന്തായാലും കുറച്ച് നേരം അവിടെയൊക്കെ ഇങ്ങനെ നോക്കി. വെള്ളത്തൊക്കെ ഒന്നും ഇറങ്ങിയിട്ടില്ല കേട്ടോ. പിന്നെ അവിടെ നോക്കി നിന്നിട്ട് കാര്യമില്ല, നമുക്ക് ഇനി മുട്ടായി തെരുവ് കൂടി അങ്ങനെ വേണം കേട്ടോ തിരിച്ച് നാട്ടിൽ പോരാൻ. അപ്പോൾ രാവിലെ മുട്ടായി തെരുവ് പോകാറുണ്ട്. അപ്പോൾ ഇവർ അളിയന്മാർ ഒത്തിട്ടായിരുന്നു വൈകുന്നേരം പോകാം, അപ്പോഴാണ് രസം, അപ്പോഴാണ് ആൾക്കാരുണ്ടാവുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടാണ്. അപ്പം തന്നെ ഞാൻ അവളോട് പറഞ്ഞിരിക്കണ് നമുക്ക് മുട്ടായി തെരുവ് പോയിട്ട് പോവാം ബീച്ചിക്ക്, അങ്ങോട്ട് ലുലു മാൾക്ക് എന്നൊക്കെ. അപ്പോൾ ഓലാണ് അപ്പം രസം ഉണ്ടാവില്ലായിരുന്നു. എന്നിട്ട് പിന്നെ എന്തായാലും ഇപ്പോൾ ചോറ് തീറ്റൊക്കെ കഴിഞ്ഞ് പോയപ്പോൾ ലാലു പറഞ്ഞു എന്തെങ്കിലും പൊരിക്കടി വാങ്ങാറ് കേട്ടോ. അങ്ങനെ പൊരിക്കടി വാങ്ങാൻ വേണ്ടി കയറിയത്. പൊരിക്കടി കാര്യമായിട്ടൊന്നും വാങ്ങിയിട്ടില്ല കേട്ടോ. പിന്നെ പൊരിക്കടിയൊന്നും കാര്യമായിട്ടൊന്നും വാങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ. വാങ്ങിയ പൊരിക്കടി എന്താ വെച്ചാൽ കല്ലുമ്മക്കായി ആണ് കേട്ടോ. അത് പിന്നെ നമ്മൾ ബീച്ചിൽ വന്നാൽ കല്ലുമ്മക്കായി തിന്നൽ നിർബന്ധമാണല്ലോ. അങ്ങനെ പിന്നെ ആളാണ് കല്ലുമ്മക്കായൊക്കെ വാങ്ങിയിട്ട് അവിടെ നിന്ന് തന്നെ നേരിട്ട് ഓട്ടോറിക്ഷ കിട്ടിയിട്ട്. അപ്പോൾ ആ ഓട്ടോറിക്ഷയ്ക്ക് നേരെ മുട്ടായി തെരുവുക്ക് വന്ന് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മുട്ടായി തെരുവ് കാണാനൊക്കെ ഇഷ്ടമാണ്. പക്ഷെ ഞാൻ ഇവിടെയൊക്കെ വന്ന് പോയതാട്ടോ. അതുകൊണ്ട് എനിക്ക് വലിയൊരു മൂഡൊന്നുമില്ല കേട്ടോ പോവാൻ. പിന്നെ ഞാനും മുത്തുമോനും ലാലും ഒക്കെ കണ്ട സ്ഥലം തന്നെയാണ്. പിന്നെ മിഥു ഉണ്ട് ഇതിൽ തീരെ കാണാത്ത കേട്ടോ. അപ്പോൾ ഓൻ്റെ ഒരു ആഗ്രഹമാണ് ട്രെയിനിൽ കോഴിക്കോട്ടൊക്കെ പോകണം, അതുപോലെ ലുലു മാൾ, ഹൈലൈറ്റ് മാൾ, മുട്ടായി തെരുവ് ഇതൊക്കെ കാണണമെന്നൊക്കെ ഭയങ്കര പൂതിയാണ് കേട്ടോ. അതിൽ പിന്നെ ഹൈലൈറ്റ് മാൾക്കൊന്നും പോയിട്ടില്ല കേട്ടോ. കാരണം ലുലു മാളിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ അത്യാവശ്യം നല്ല നേരം വൈകിയിരിക്കുന്നു, 2 മണി കഴിഞ്ഞ് തുടങ്ങിയിരിക്കുന്നു. പിന്നെ ചോറിന് പോയി, അങ്ങനെ ചോറൊക്കെ കഴിക്കാൻ കിട്ടിയപ്പോൾ 3 മണി ആയിക്കണ്. ലാസ്റ്റ് ചോറ് തീറ്റ കഴിഞ്ഞപ്പോൾ 3:30. പിന്നെ ടൈമില്ലല്ലോ. പിന്നെ ഹൈലൈറ്റ് മാൾക്കൊന്നും പോയില്ല കേട്ടോ. പിന്നെ നേരെ അവിടെ നിന്ന് മുട്ടായി തെരുവുക്ക് വന്നു കേട്ടോ. മുട്ടായി തെരുവിലെത്തിയപ്പോൾ അതാണ് അവസ്ഥ, സൂചി കുത്താനുള്ള സ്ഥലമില്ല. പിന്നെ കുറച്ച് നേരം അവിടെ അങ്ങനെ നോക്കി നടന്നിട്ടാ. പിന്നെ മുത്തുമോൻ എന്തോ എനിക്ക് പണിക്ക് പോകുമ്പോൾ ഇടാനുള്ള ഡ്രസ്സൊക്കെ വാങ്ങിന്നിട്ടാ, എന്താ ബർമുടി ഇതൊക്കെ. അത് കാരണം വെച്ചാൽ ഓനക്ക് പണിക്ക് പോകുമ്പോൾ അതാണ് ഇടാൻ സുഖം. പിന്നെ എന്തായാലും ഓനക്ക് പണിക്ക് പോകുമ്പോൾ ഇടാൻ ഈ ബർമുട അതുപോലെ പാൻറ് ഇതൊക്കെ തന്നെ ഇട്ടാൽ സുഖം. തുണിയൊന്നും ചുറ്റിയിട്ടുള്ള പണിയൊന്നും ആലോചിച്ചാൽ തന്നെ വെച്ചിട്ട് ഭയങ്കര ഇടങ്ങാറുള്ള പരിപാടി കേട്ടോ. പിന്നെ ഓൻ ഇതേമാതിരി കുറച്ച് ദിവസം മുന്നേ ഓൻ്റെ കൂട്ടന്മാരൊപ്പം കോഴിക്കോട് വന്നിരുന്നിട്ടാ. ഓലിങ്ങനെ പാങ്ങുന്ന ബസ്സിന് വന്നിട്ട് തിരൂരിൽ നിന്ന് ട്രെയിനിന് പോയിട്ടിട്ടാ. അന്ന് ഇതേമാതിരി ഓൾക്ക് നല്ല അടിപൊളി ഫൈ സ്ലീവിൻ്റെ ടീഷർട്ട് കിട്ടിയത് 150 ഉറുപ്പ്യ എന്തോ ഉള്ളൂ കേട്ടോ. നല്ല കട്ടിങ് കാര്യങ്ങളും നല്ല രസമുള്ള ഒരു പ്രിൻറ്റ് വന്നിട്ട് കേട്ടോ. അപ്പോൾ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര പൂതി ഉണ്ടായിരുന്നു കേട്ടോ ഫൈ സ്ലീവിൻ്റെ ടീഷർട്ട് എടുക്കണം. കൊണ്ട് മുട്ടായി തെരുവുക്ക് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ലാലുവിനോട് പറഞ്ഞപ്പോൾ ലാലു പറഞ്ഞു ആയിക്കോട്ടെ വേഗം അറിയുന്നിട്ട്. കാരണം ലാലു കണ്ടിരുന്നു അവൻ്റെ ഫൈ സ്ലീവ്. അപ്പോൾ ലാലുവിന് നല്ല ഇഷ്ടമായിരിക്കുന്നു. ലാലു പിന്നെ മുന്നിൽ വേങ്ങണം എന്താ വെച്ചാൽ എനിക്ക് വേങ്ങിയാൽ ലാലുവിനിടാം, ലാലുവിനെ വേങ്ങിയാൽ എനിക്കും ഇടാമല്ലോ. അത് കണ്ടിട്ടാട്ടെ ലാലു വേഗം മുന്നിൽ ഫൈ സ്ലീവ് വാങ്ങാൻ പറയുന്നത്. പിന്നെ ഇടാനും സുഖം ഫൈ സ്ലീവൊക്കെ തന്നെ കേട്ടോ. അങ്ങനെ പിന്നെ എന്തായാലും ഞങ്ങൾ പോയി തപ്പി തിരഞ്ഞപ്പോഴാണേലോ നല്ല ഫൈ സ്ലീവ് ഒന്നും കിട്ടിയില്ല കേട്ടോ. പിന്നെ ഉണ്ട് കട്ടില്ലാത്തതായിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറയുക വേണ്ട പറഞ്ഞിട്ട് എനിക്കിഷ്ടമില്ല കേട്ടോ. എനിക്ക് മുത്തുമോൻ്റെ അങ്ങനത്തെ കിട്ടുകയാണെങ്കിൽ വേങ്ങണം നല്ല പൂതി ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനത്തെ ഫൈ സ്ലീവുകളൊന്നും കിട്ടിയില്ല കേട്ടോ. പിന്നെ അങ്ങനെ എന്തായാലും ഒരു ട്രെയിന് വന്ന്, പക്ഷെ കാത്തിരുന്ന് വന്ന ട്രെയിനാണേലോ ഞങ്ങൾക്കുള്ള ട്രെയിൻ ചെയ്യുന്നില്ല. ഇതിൻ്റെ ബാക്കിലാണ് ഞങ്ങൾക്ക് വരാനുള്ള കാരണം. അങ്ങനെ പിന്നെയും കാത്തിരിപ്പിൻ്റെ ഇതായിരുന്നു കേട്ടോ. നമ്മൾ നല്ല പ്രവാസികളെ ഇങ്ങനെ വരാൻ വേണ്ടി കാത്തുനിൽക്കുമല്ലോ എയർപോർട്ടിൽ, എന്ന മാതിരിയുള്ള അവസ്ഥയാണ് കേട്ടോ. കുറേ നേരം കാത്തുനിന്ന് വന്ന ട്രെയിനിന് കേട്ടോ കയറാനും പറ്റിയില്ല.
അങ്ങനെ പിന്നെ ആ ഒരു മൂഡ് ഓഫിൽ അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ഇരിക്കാനാണല്ലോ സ്ഥലവും ഇല്ല. ഒക്കെ കൂടി ആ പിരാന്തിലിങ്ങനെ നിന്നപ്പോൾ കുറേ കഴിഞ്ഞ് നേരെ 6:30 ആയി തുടങ്ങിയിരിക്കുന്നു കേട്ടോ. പിന്നെ ഞങ്ങളുടെ ട്രെയിൻ വന്നപ്പോൾ ഞങ്ങൾക്ക് 5:30ക്ക് വരുന്ന പറഞ്ഞ ട്രെയിനാണ്. നേരെ 6:30ക്കാട്ടോ വരുന്നത്. അപ്പം ഞാൻ ലാലിനോട് പറഞ്ഞു ആ നേരം കൊണ്ട് നമുക്ക് അവിടെ മുട്ടായി തെരുവിൽ എന്തെങ്കിലുമൊക്കെ തപ്പി തരട്ടെ, എന്തെങ്കിലുമൊക്കെ എടുക്കാതിന് പറഞ്ഞിട്ട് ഞങ്ങൾ നേരമില്ലാത്ത കാരണം വേഗം അവിടുന്ന് പോകുന്നത് കേട്ടോ. കാരണം ഇനിയുള്ള ട്രെയിൻ പോയാൽ പിന്നെ കുറേ ടൈം ആവില്ല നാട്ടിലേക്ക് എത്താനെന്നൊക്കെ കരുതിയിട്ട്. അങ്ങനെ പിന്നെ 5:30ൻ്റെ ട്രെയിൻ വന്നാൽ 6:30 ആകുമ്പോഴേക്ക് നാട്ടിലേക്ക് എത്തിയിരുന്നു. ഇതിപ്പോൾ 6:30ക്കാണ് ട്രെയിൻ വന്നത്. എന്തായാലും 7:30 ആവും നാട്ടിലേക്ക് എത്താൻ. അങ്ങനെ 7:30 അല്ല 7:45 ആയിക്കണം കേട്ടോ ഞങ്ങൾ നാട്ടിലേക്ക് എത്തിയപ്പോൾ തന്നെ. പിന്നെ ഇങ്ങനെ മുട്ടായി തെരുവിൽ പിന്നെ പൈസയും ഒന്നും കിട്ടിയില്ല കേട്ടോ. അപ്പോൾ ആ ഒരു ടെൻഷനിൽ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ഞാൻ. കാരണം 150 ഉറുപ്പ്യ ഉള്ളല്ലോ. അപ്പോൾ പിന്നെ 100 ഉറുപ്പ്യൻ്റെ ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ കുറേ തപ്പി തരണം. നമുക്കാണല്ലോ തപ്പി തരാൻ നേരമില്ല. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ സാധനങ്ങളൊന്നും വാങ്ങിയില്ല കേട്ടോ അവിടുന്ന്. രാവിലെ പറഞ്ഞ് നമുക്ക് പിന്നെ ഒരു ദിവസം വരാമെന്ന് പോകുന്നു കേട്ടോ. എല്ലാ വരവിലും പറയും പിന്നെ ഒരു ദിവസം വരാമെന്ന്. പിന്നെ ആ വഴിക്ക് പോകില്ല കേട്ടോ. പിന്നെ അതേമാതിരി ഇങ്ങനെ പ്രതീക്ഷിക്കാതെയുള്ള പോക്കൊക്കെ ആവും കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ പിന്നെ ഒന്നും വാങ്ങിയില്ല കേട്ടോ. വേങ്ങാത്തോ എന്തോ ഭാഗ്യം കേട്ടോ. കാരണം കുത്തി തിരക്കിയാണ്. അങ്ങനെ പിന്നെ കയറാൻ വേണ്ടി നിന്നപ്പോൾ എന്താണ് അവസ്ഥ, എങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ കയറാമെന്ന് അറിയില്ല കേട്ടോ. കുത്തിക്കൊള്ളിച്ച് എല്ലാവരും കൂടി തിരക്കി കുത്തി എന്തായാലും കയറിയപ്പോൾ ഒരു സ്ഥലം ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ മിഥുനെ വേഗം കയറ്റിയിരുത്തി മേലേന്ന്. അപ്പോൾ ഓനവിടെ കയറ്റിയിരുത്തി. കാരണം ഈ തിരക്കൊക്കെ കൂടെ ഓൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് തട്ടിക്കളിച്ചു. അങ്ങനെ ഓനുള്ള സ്ഥലമായിട്ട് അതിൻ്റെ മേലെ കയറിയിരുന്നു. ഞങ്ങൾ പിന്നെ അവിടെ തൂങ്ങിയിരിക്കുകയാണ് കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് തിരൂർ എത്തിയപ്പോൾ 7:45 ആയിക്കണം. ഇരുട്ടായി തുടങ്ങിയിരിക്കണം കേട്ടോ. അങ്ങനെ മുത്തുമോൻ എന്താ ഊരൊക്കെ കൈയെടുത്ത് പോകുന്നത് വെച്ചാൽ അവിടുന്ന് ഇത് ഒറ്റ നിൽക്കുകയാണ്. കാരണം റെയിൽവേയിൽ കുറേ ടൈം നിന്നില്ല. 5:30ക്ക് വന്നിട്ട് 6:30ക്കാണ് വന്നത്. അത് വരെയും നിൽക്കുന്നില്ല. അവിടുന്ന് പിന്നെ തിരൂർ ഒറ്റ നിന്ന്. അങ്ങനെ കുറേ ടൈം നിന്ന്. പിന്നെ ഓല ചാക്കുമ്പോൾ തൊട്ട് നോക്കണം എന്താ വെച്ചാൽ അതെന്തോ ഉള്ളി അങ്ങനെ എന്തോ പച്ചക്കറികൾ എന്തെങ്കിലും കേട്ടോ. അപ്പോൾ ആ ഇറക്കിയത് എന്താണെന്ന് അറിയാൻ വേണ്ടി തൊട്ട് നോക്കട്ടെ. പിന്നെ നമുക്ക് അങ്ങനെ എന്തെങ്കിലും കണ്ടാൽ പിന്നെ കൈ തരിച്ചല്ലോ. പിന്നെ തിരൂരെത്തിയപ്പോൾ ഒരു ഗ്ലാസ് ചായയൊക്കെ കുടിച്ചിട്ട് പിന്നെ അങ്ങനെ മുത്തുമോനോട്ട് ലാല് വെട്ടിച്ചിറ കൊണ്ടാക്കി കൊടുത്തിട്ട്. കാരണം അവൾക്ക് പോകാനുള്ള ബസ്സൊക്കെ ആ ബസ്സിൻ്റെ വഴിക്ക് ഉപയോഗിക്കണം കേട്ടോ. അപ്പോൾ പിന്നെ ഇത്രേ ഉള്ളൂ കേട്ടോ നമ്മളെ യാത്രേൻ്റെ വീഡിയോ ഒക്കെ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം.